കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പം ഞാനൊരു ഒഴിഞ്ഞ സ്ഥലത്ത് വന്നിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. ഇപ്പോഴും എൻ്റെ വോയിസ് ഓഡിബിൾ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഇതൊക്കെ വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഈ വീഡിയോ എല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം. ഈ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്ത് ഞാൻ കഷ്ടപ്പെട്ട് 3-4 മാസങ്ങൾക്ക് മുന്നിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഡ്രസ്സാണ് ഗൈസ്. സോ എല്ലാ വിശദ വിവരങ്ങളും ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഞാൻ വെച്ച് നീട്ടുന്നില്ല. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. സോ ഇത് എൻ്റെ ഡാൻസ് പ്രാക്ടീസാണ് കല്യാണത്തിന് കളിക്കാറുള്ളത്. അപ്പോൾ ഇത് കല്യാണത്തിൻ്റെ തലേദിവസം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പ്രാക്ടീസ് ആയിട്ട് അവളെ വീട്ടിൽ പോയി ബ്രൈഡ് ടു ബി കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് ഞങ്ങൾ കല്യാണത്തിന് പോകുന്നത്. അപ്പം കല്യാണത്തിൻ്റെ തലേദിവസം റിസപ്ഷൻ ഞങ്ങൾ ഒരു ദിവസം മുന്നിലെയാണ് വെച്ചത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വെളിയിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തെടുത്ത ഒരു വീഡിയോ ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെ നിന്ന് നമുക്ക് കളിക്കുന്ന ഒരു വീഡിയോ കിട്ടിയിട്ടില്ല ഗൈസ്. ഭയങ്കര അലമ്പാന്ന് വെച്ചാൽ ഭയങ്കര അലമ്പായിപ്പോയി. അവരങ്ങനെ ഒരു വീഡിയോ നമുക്ക് നല്ലോണം എടുത്തില്ല, അങ്ങനെ വേണം പറയാൻ. പക്ഷെ പറ്റുന്നത് പോലെ അവർ ശ്രമിച്ചു. ഞങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ്. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഡാൻസ് തെറ്റിക്കുമോ എന്ന്. കാരണം ഞാൻ നല്ല ലേറ്റായിട്ടാണ് പഠിച്ചതും നല്ല ലേറ്റായിട്ടാണ് കളിച്ചതും. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു തെറ്റിക്കുമെന്ന്. പക്ഷേ ഞാൻ തെറ്റിച്ചില്ല. പക്ഷേ ഞങ്ങൾക്ക് ഫുള്ളും കളിച്ച് തീർക്കാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. മാത്രമല്ല ഇതിൽ ഈ ഒരു കൂട്ടത്തിൽ ഇച്ചിരി വലുതായിട്ട് എന്നെയാണ് തോന്നിയത്. അപ്പോൾ അന്ന് ഞങ്ങൾ അവിടെ ചെന്ന് അച്ചുവിൻ്റെ ബ്രൈഡ് ടു ബി നടത്തി. കേക്കൊക്കെ വാങ്ങിച്ചു, എല്ലാം സെറ്റ് ചെയ്ത് ബ്രൈഡ് ടു ബി നടത്തി. അതിനുശേഷം കിടന്നുറങ്ങി. രാവിലെ 3:45 ഞങ്ങൾ അവളെ മേക്കപ്പ് ചെയ്യാനും ഞാനും അവളും കൂടെ പോകുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. അവളെ 2 ഫ്രണ്ട്സും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. 3 മണിക്ക് എണീച്ച് ഒരു ജോലി ഇല്ലാണ്ടിരിക്കുന്ന വല്യമ്മയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4 മണിക്ക് അവിടെ എത്തണം. 3:45 ഉറക്കം ഒഴിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ വല്യച്ഛൻ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നിൽക്കുവാണ്. അപ്പം നേരെ ഞങ്ങൾ മംഗലം ബ്യൂട്ടി പാർലറിലെത്തി. അപ്പോൾ അവളുടെ ഹെയർ ഫസ്റ്റ് അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിലൊക്കെ എനിക്ക് ഉറക്കം വന്ന് ഞാൻ ചാവും എന്നൊരവസ്ഥയിലാണ് വന്നത്. കാരണം രാവിലെ ഉറക്കം ഒണിച്ചൊന്ന് കുളിച്ചു, എന്നാലും കണ്ണിൽ നിന്ന് ഉറക്കം പോകുന്നില്ലായിരുന്നു. എനിക്കറിയാം ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് പ്രാന്താണെന്ന്. പക്ഷേ എന്ത് ചെയ്യാൻ. അപ്പോൾ അച്ഛനോടെ സാരി സെറ്റ് ചെയ്ത് തുടങ്ങി. മേക്കപ്പൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാനാണെങ്കിലും. അപ്പോൾ എനിക്ക് ഹെയറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയർ അവർ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തു. അതിനുശേഷം മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അതിനുശേഷം ഷി വാസ് സോ ഹംഗ്രി. അപ്പോൾ അടുത്ത ചേട്ടൻ ഗോൾഡ് കൊണ്ടുവരാൻ വന്നപ്പോൾ ഫുഡും കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ അവൾക്ക് ഫുഡ് വാരി കൊടുക്കണുള്ളൂ, കയ്യിലൊന്നും ആക്കാൻ പറ്റത്തില്ല. കവി ഇച്ചിരി ഹെവി ആയിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുവാണ്. എൻ്റെ ഡ്രസ്സിൻ്റെ റിയാക്ഷൻ വീഡിയോ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇടുന്നതായിരിക്കും. നിങ്ങളപ്പോൾ കാണണം എല്ലാവരുടെയും എൻ്റെ ഡ്രസ്സിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് എൻ്റെ ഡ്രസ്സ് കണ്ടിട്ട്. സോ അച്ചു ഭയങ്കര വിശപ്പായിരുന്നു രാവിലെ. എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുത്തു, ഞാനും കഴിച്ചു. അതിനുശേഷം എൻ്റെ മേക്കപ്പ് തുടങ്ങി. എൻ്റെ മേക്കപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ ഹെയർ സ്റ്റൈലാണെങ്കിലും എൻ്റെ എല്ലാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ചേച്ചി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട്. പൂ വെച്ചതാണെങ്കിലും എല്ലാം ഭയങ്കര ക്യൂട്ടായിട്ടാണ് എനിക്ക് നിഷ ചേച്ചി ചെയ്തു തന്നത്. ചേച്ചി ഇവിടുത്തെ ഒരു ലീഡിങ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ നെടുമങ്ങാട് ശിവക്ഷേത്രത്തിലാണ് പോയത്. അവിടെ നിന്ന് അവൾക്ക് ഒരുപാട് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവളും ക്യാമറാമാൻമാരും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല വെയിലായിരുന്നു. മേക്കപ്പൊക്കെ ഓൾമോസ്റ്റ് ഒലിച്ചിറങ്ങുന്ന ടൈമായിരുന്നു. അതേ നിങ്ങൾ കണ്ടോ. പക്ഷേ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി എനിക്ക് എന്നെ തന്നെ. നല്ല രസമുള്ള മേക്കപ്പായിരുന്നു. ഫസ്റ്റ് ഈ വീഡിയോ എടുത്ത സമയത്ത് എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് എന്നെ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ കൊടുത്തു. ഇതൊക്കെ റീൽസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാമല്ലോ റീൽസിന് വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ ഇതൊക്കെ ഞാൻ റീൽസിന് വേണ്ടിയിട്ട് എടുത്തതാണ്. ഞാൻ എന്തൊക്കെയോടെ ചെയ്യുന്നുണ്ട്, താക്കുന്നു, പൊക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് സുന്ദരിയായിട്ട് ഞാനിങ്ങനെ ഒരുങ്ങി റീൽസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ അവരുടെ ഫോട്ടോഷൂട്ട് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ.
വിരാമമാകാൻ പോവുകയാണ്. 8-3 മാസം കാത്തിരിക്കും വിരാമമായി കഴിഞ്ഞു. ഇതൊക്കെയാണ് ഇതിന്റെ ഭാഗമാണ്. ഹാപ്പിയായിരുന്നു അനുഭവം കേട്ടോ. ഫൈനലി അവരുടെ 6 വർഷത്തെ കാത്തിരിപ്പിന് ഇന്ന് വിരാമമാകാൻ പോവുകയാണ്. ഒരുപാട് വഴക്കുകളും ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് നല്ല ഗുഡ് മെമ്മറീസിന്റെ കൂടെ അവർ കുറിച്ച് 2 വാക്ക് അന്ന് പറഞ്ഞ കിട്ടിയില്ല. ഇന്നത്തെ പ്രത്യേകത ഇന്ന് ഞങ്ങളുടെ കല്യാണമാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുവരെ ഞാൻ അവനെ ഇനി കണ്ടില്ല. ഇങ്ങനെ ഇരിക്കുന്നു. ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല.
ഇതാണ് ഹിന്ദു നായർ വിഭാഗം നടത്തുന്ന കല്യാണ ആഘോഷം. അവർക്ക് ഒരുപാട് ചടങ്ങുകൾ ഉണ്ടാവും. പെണ്ണിനാണെങ്കിലും ഹെഡേക്കായിരിക്കും, കാരണം 3 സാരികൾ മാറ്റണം, പിന്നെ എല്ലാം കൊണ്ടും തലവേദന കേസുകളാണ്. പക്ഷെ എന്നാലും എല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെസ് മൂമെൻ്റ് ആണല്ലോ. കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്ന ഇരിപ്പാണ് ഞങ്ങൾ. അപ്പം ഇതിന് ശേഷം പാലും പഴവും കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിനുശേഷം മുകളിൽ ചെന്ന് പെണ്ണ് ഡ്രസ്സ് മാറി സെറ്റ് മുണ്ടിലും വന്നിട്ട് താഴെ പോയി ഫുഡ് കഴിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം പെണ്ണ് അടുത്ത സാരി മാറ്റി പയ്യൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന സാരി മാറ്റിയതിന് ശേഷമായിരിക്കും പയ്യൻ്റെ കൂടെ പോകുന്നത്. അപ്പം ഞാനും എൻ്റെ ക്യൂട്ട് അമ്മയൊക്കെ അവിടെ നിന്ന് ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ കൂടെ ആണെങ്കിലും ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പെണ്ണ് ഡ്രസ്സ് മാറുന്നിടത്തേക്ക് പോയി. അപ്പോൾ ഇതാണ് പയ്യൻ്റെ വീട്ടിൽ നിന്ന് രണ്ടാമതായിട്ട് കൊടുക്കാൻ പയ്യൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാരി, വൈറ്റ് കളർ സാരിയും ബ്ലൗസും. ആ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം പയ്യൻ കൊടുക്കുന്ന ഡ്രസ്സുകൾ മാത്രമേ പെണ്ണ് ധരിക്കാവൂ. അങ്ങനത്തെ ഒരു ചടങ്ങാണ് ഹിന്ദു നായർ ഫാമിലി ഉള്ളത്. ഇത് ശരിയാണോ എന്നറിയത്തില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേട്ടിട്ടുള്ളതെല്ലാം ഇങ്ങനെയാണ്. ഓൾമോസ്റ്റ് ഇത് ശരിയായിരിക്കും. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാനാണെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു. ആ ഒരു സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ ഫുഡും കഴിഞ്ഞു. പിന്നെ സദ്യ മലയാളികളുടെയും എൻ്റെയും എല്ലാവരുടെയും വികാരമാണല്ലോ. സദ്യ ഇല്ലാതെ എന്താഘോഷം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ അവിടെ ഇരുന്ന് സദ്യ കഴിക്കുന്നത്. പപ്പടവും പരിപ്പും ചോറും തോരനും ഓലനും അവയിലും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് കഴിച്ചു. എൻ്റെ അമ്മ അപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. ബോളിയും പായസവും എല്ലാം മലയാളിക്കാരുടെ, അതായത് ട്രിവാൻഡ്രംകാരുടെ വികാരം തന്നെയാണ്. വല്യമ്മയും എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. പെണ്ണ് ലാസ്റ്റ് സെറ്റിലാണ് ഇരിക്കുന്നത്. ആ ഒരു സമയത്താണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. പക്ഷേ അതിന് മുന്നിൽ എനിക്ക് നല്ല രീതിയിലുള്ള വിശപ്പുണ്ടായിരുന്നു. പക്ഷേ എന്തോ ആ സമയത്ത് ഞാൻ കഴിച്ചില്ല. പെണ്ണിരുന്ന സമയത്താണ് കഴിച്ചത്. അതിന് മുന്നേ കഴിക്കാൻ പോകാനുള്ളൊരു സമയം കിട്ടിയില്ല. അതാണ് യഥാർത്ഥ സത്യം. അതിനുശേഷം അവൾ അടുത്ത സാരി മാറ്റാൻ റെഡി. ഇതാണ് ബ്ലൂ കളർ സാരി, ലാസ്റ്റ് ചെക്കൻ്റെ കൂടെ ഇറങ്ങുമ്പോൾ ഇടാനുള്ള സാരി. ഈ ഒരു സാരിയും ഭയങ്കര ക്യൂട്ട്, നല്ല ഭംഗിയുള്ള, നല്ല കളർ കോമ്പിനേഷനുള്ള നല്ല അടിപൊളി സാരിയായിരുന്നു. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു സാരി. പിന്നെ അവളാണെങ്കിലും നല്ല ഭംഗിയായിരുന്നു. എല്ലാ കളറും അവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. ഒരു ബ്രൗണ്ടിഷ് കളറാണ് അവളുടെ സ്കിന്നെന്ന് പറഞ്ഞാൽ, എന്നാലും എല്ലാ ഡ്രസ്സും കളറും ഒക്കെ അവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. ഫൈനലി പെണ്ണ് പോകാനുള്ള നേരമാണ്. എല്ലാവരും ഇങ്ങനെ പെണ്ണിനെ നോക്കിയിരിക്കുവാണ്. ഫൈനലി അച്ചു പോകാൻ ഇറങ്ങി. അപ്പോൾ എല്ലാവർക്കും വിഷമമാണ്. പക്ഷെ ആരും കരഞ്ഞില്ല. ഞാൻ വിചാരിച്ചു വല്യമ്മയും ചേട്ടനും ഒക്കെ നല്ലോണം കരയുന്നു, പക്ഷെ ആരും കരഞ്ഞില്ല. ഭയങ്കര സന്തോഷത്തോടെയാണ് അവൾ പോയത്. അപ്പം വല്യമ്മയാണെങ്കിലും ഹാപ്പിയായിട്ട് ഭയങ്കര ഹാപ്പിയായിട്ട് ഇരിക്കുമായിരുന്നു. ഇനി ഇതെല്ലാം കഴിയുമ്പോഴും വേർത്ത് കുളിച്ച് നിൽക്കുവാണ് കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു പുറത്ത്. അങ്ങനെ അവിടെ നിന്ന് നേരെ ഞാൻ വണ്ടി എടുക്കാൻ. പരിപാടികളൊക്കെ നല്ല അതിഗംഭീരമായി കഴിഞ്ഞു. അതിഗംഭീരമായി കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് അടുത്ത ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വീട്ടിൽ പോകണം. പക്ഷെ എനിക്ക് 5 മിനിറ്റ് എനിക്ക് കിടന്നേ പറ്റൂ. ഞാൻ ഡെഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡെഡ് ഗൈസ്. ഒട്ടും പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. ഇതിനകത്ത് കയറാൻ പോലും തോന്നുന്നില്ല. ചൂട്, ഭയങ്കര ചൂട്. മതി പോണോ? സോ ഗൈസ്, നമ്മൾ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി അടുത്ത റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് മേക്കപ്പൊക്കെ ഞാൻ കഴുകി കളഞ്ഞു, കാരണം എനിക്ക് എന്തോ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തു. നല്ല മഴയുണ്ട്, ഇവിടെ കറണ്ട് ഇല്ല, എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. ഇനിയുള്ള വീഡിയോസൊക്കെ ഞാൻ എങ്ങനെ എടുക്കും എന്നാലോചിച്ച് ഞാൻ ഇരിക്കുവാണ്. പക്ഷെ കുഴപ്പമില്ലാതെ എനിക്കെല്ലാം കവർ ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു. ഇപ്പം മേക്കപ്പ് ചെയ്യുന്ന തിരക്കിലാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുന്നത്. ഇത് വേറെ കാര്യം, ബിക്കോസ് കറണ്ട് ഇല്ലാത്ത തന്നെയാണ്. ഭയങ്കര ചൂടും ആവിയും എല്ലാം തന്നെയുണ്ട് പരിസരത്തുകൾ. പിന്നെന്താ പറയുക, ഇനിയുള്ള വിശേഷങ്ങൾ നമുക്ക് കണ്ടു തന്നെ കാണാം. ബിക്കോസ് ഇച്ചിരി തിരക്കാണ്. കല്യാണ ചെക്കൻ്റെ വീട്ടിലെ ഫംഗ്ഷനാണ്. അടുക്കള കാണാൻ ചടങ്ങുന്ന ഒരു സാധനം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ അതുണ്ടോയെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അതിനാണ് ഞങ്ങൾ ഇനി പോകാൻ പോകുന്നത്. ശരി, ബൈ. ഓക്കെ. സോ ഗൈസ്, നമ്മൾ ഇപ്പോൾ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോയിക്കൊണ്ടിരിക്കുന്ന മര്യാദയ്ക്ക് റെഡിയാവാൻ പോലുള്ളൊരു ടൈം അവർ തന്നിട്ടില്ല. ഒന്നാമത് കറണ്ടില്ല. എൻ്റെ മുടിയൊക്കെ എങ്ങനെയൊക്കെയോ ഞാൻ പിടിച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. സാധാരണ മുടിയൊന്നും കെട്ടുന്നില്ല, അഴിച്ചിടാൻ പറ്റത്തില്ല. കാരണം സെറ്റിംഗ് സ്പ്രേ ഒക്കെ നല്ലോണം യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് മുടി അഴിച്ചിടാനുള്ള ഓപ്ഷൻ നമ്മുടെ കയ്യിലില്ല. ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ എല്ലാവരും നമ്മുടെ ഈ കാറിൽ എത്ര പേരുണ്ട്? 5 പേരും കൂടെ ചേർന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ 3 കാറുണ്ട്, ബാക്കിൽ ഒരു വലിയ ടെമ്പോ ഉണ്ട്. സോ എല്ലാവരും കൂടി പോവുകയാണ്. പിന്നെ ഒരു ദിവസം എന്തോരം കാര്യങ്ങളാണല്ലേ ഗൈസ്. സോ എക്സൈറ്റ്മെന്റ് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് എക്സൈറ്റഡ് ഒക്കെയാണ്. എന്നാലും വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, ബൈ. എന്നെ ഇനി ഈ എൻ്റെ 3 മാസത്തെ കഷ്ടപ്പാടിനുള്ള ഈ ഡ്രസ്സ് കാണുമ്പോൾ ഉള്ള ഓരോരുത്തരുടെ എക്സ്പ്രഷൻസാണ് ഞാൻ നിങ്ങളിൽ, അതായത് റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നത്. എൻ്റെ ഈ ഡ്രസ്സിൽ എന്നെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഓരോരുത്തർ, എൻ്റെ അച്ഛൻ്റെ, അമ്മേൻ്റെ, റിലേറ്റീവ്സിൻ്റെയൊക്കെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ കളിക്കുന്ന ഡാൻസിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് കണ്ടോക്കാം. എനിക്ക് കാണാൻ വയ്യ. കൊള്ളാം സൂപ്പറായി ഓണാക്കി. പോ സോ ഗായ്സ്, സമയം ഇപ്പോൾ എത്രയായി? 9:25. ടയേർഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ടയേർഡ്. 2 ദിവസത്തെ ഉറക്കം കണ്ണിന്ന് മായുന്നില്ല. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഞാൻ വന്ന പാടെ കിടന്നു.
നൈറ്റൊക്കെയാണ് ഇട്ടേക്കുന്നത്. തല തിരിച്ചാണ്, അതുപോലെ നേരെ തിരിച്ചിടാനുള്ള ഒരു ബോധം എനിക്കില്ല ഗൈസ്. നല്ല ടയർഡാണ്. അപ്പം ഇതാണ് എൻ്റെ ഒരു കല്യാണ ദിവസത്തെ വിശേഷങ്ങൾ. ഇതോടെ കല്യാണ വിശേഷങ്ങൾ ഇവിടെ കഴിയുവാണ്. ഇനി വരാൻ പോകുന്നത് ഫുള്ളും എൻ്റെ പർച്ചേസിങ്, ബാഗ് പാക്കിംഗ് ആൻഡ് ട്രിവാൻഡ്രം ടു ലണ്ടൻ വീഡിയോ അഗെയിൻ. ഇതൊക്കെ തന്നെയാണ് ഗൈസ്. ഇത് ഓൾമോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കുമല്ലോ. സോ ഇനിയുള്ള 13 ദിവസം കുറച്ച് കഷ്ടം നിറഞ്ഞതായിരിക്കും. കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതെല്ലാം കൂടി ചെയ്യും. എൻ്റെ മുഖമൊക്കെ ആകപ്പാടെ ടയേർഡായിട്ടിരിക്കുവാണ്. നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അപ്പം എല്ലാവരും ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഡ്രസ്സും എൻ്റെ ഹെയർ സ്റ്റൈലും. 2 ഡ്രസ്സും, സാരി ഇഷ്ടപ്പെട്ടു, മറ്റേ ഡ്രസ്സും ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു വന്നതിൽ സ്റ്റാർ ഞാൻ തന്നെയായിരുന്നു എന്നൊക്കെ. കാരണം എല്ലാവരും ജസ്റ്റ് ഒരു നോക്കി പോകുന്ന ഒരു ഡ്രസ്സായിരുന്നു. പക്ഷേ എനിക്കും ടോട്ടലി ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ ഞാനിത് ഡിസൈൻ ചെയ്തത് ആറ്റിങ്ങിലുള്ള ഒരു ഓൺലൈൻ ബൊട്ടിക്കുമാണ്. പിന്നെ നമുക്ക് കസ്റ്റമൈസ്ഡ് ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങൾ പറയുവാണെങ്കിൽ ആ ചേച്ചിയും കൂടി ഹെൽപ്പ് ചെയ്ത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് നമുക്കത് തയ്ക്കാൻ പറ്റും. അപ്പം എന്തെങ്കിലും കോണ്ടാക്റ്റ് വേണം, ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രസ്സ് ഡിസൈൻ ചെയ്യണോ തയ്ക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ അതിൽ കൊടുത്തേക്കാം. അപ്പോൾ രാവിലെ തുടങ്ങിയ ഓട്ടോ ആണ്, ഇവിടെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ നീരജ അമ്മൂസ് യൂട്യൂബ് ചാനലോടൊപ്പം നീരജ അമ്മൂസ് ഇൻസ്റ്റ ഐ ഡി കൂടി സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കുള്ള ആവശ്യമുള്ള ഡൗട്ടുകളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഐ വിൽ റിപ്ലൈ സൂൺ. ബൈ ഫ്രം നീരജ അമ്മൂസ്.